ഇപ്പൊ ഞാൻ തന്നെ കുറെ ഇത് കേട്ടിട്ടുണ്ട്, സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൺസൾട്ടൻസീസ്, പിന്നെ കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറെ ഇപ്പൊ കേൾക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ശരിക്കും മെയിൻ ഡിഫറൻസ് എന്താ? നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആരെയാണ് കാണിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് വളരെ വളരെ പ്രമുഖമായൊരു സംശയമാണ്. അത് സാധാരണക്കാരുടെ ഇടയിൽ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ്. ഒന്നാമത് ഇത്തരം സംശയങ്ങൾ വരാനുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം, മറ്റ് സാധാരണ രീതിയിലുള്ള അസുഖങ്ങളെ പോലെയല്ല മാനസിക രോഗങ്ങളും അതിനോടനുബന്ധിച്ച രീതികളും. അപ്പോൾ പലർക്കും ഇതൊരു ആദ്യത്തെ അനുഭവമായിട്ട് വരുമ്പോൾ, പലർക്കും എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കായാലും അവരുടെ കുടുംബാംഗങ്ങൾക്കായാലും അനുഭവമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ആരെ കാണണം? അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു രീതി, നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ അയൽവാസിയോട് ചോദിക്കും, അല്ല അടുത്ത ബന്ധുവിനോട് ചോദിക്കും, പക്ഷെ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. യെസ്. പക്ഷെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, എവിടെ നിന്നും തോന്നുന്നുണ്ടോ മോളെ നിനക്ക് വ്യക്തമായൊരു ഉത്തരം നിനക്ക് കിട്ടുമോ? അവർക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു അവർ പറയും. ശരിക്കും അത് ശരിയായിക്കൊള്ളണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മെൻ്റൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ആസ് എ ടീം. ഓക്കെ, എ ഹിയറാർക്കിക്കൽ സെറ്റ് ഓഫ് പ്രൊഫഷണൽസ് led by psychiatrist, then a clinical psychologist, other psychologists, counseling psychologists, then social workers, then psychiatric nurses, and that way all professionals. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരീരശാസ്ത്രവും ചികിത്സയും വ്യക്തമായി പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് മരുന്ന് ചികിത്സ ആയിക്കോട്ടെ, മറ്റ് സൈക്കോളജിക്കൽ മോഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു പേഷ്യൻറ്റും അല്ല ഒരു വ്യക്തി ഇത്തരം മാനസിക അസ്വസ്ഥതകളും കാര്യങ്ങളായിട്ട് വരുമ്പോൾ അദ്ദേഹം ആദ്യം കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്.